ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മടി പിടിച്ച മഴ ദിവസം എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവാക്കി മാറ്റി, അതുപോലെ നമുക്കിതുപോലെ മടിയൊക്കെ തോന്നി ഇരിക്കുമ്പോൾ നമുക്കെങ്ങനെ ഉഷാറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ജോലികളൊക്കെ ഒന്ന് തീർത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോയും ടിപ്സും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. മഴ വരുമ്പോൾ നമുക്ക് പതിയെ മടി വരാനും നമുക്ക് വലിയ അത്യാവശ്യം ഉള്ള പണികളില്ല എന്നുണ്ടെങ്കിൽ പയ്യെ കുറേ നേരമൊക്കെ ഒന്ന് വെറുതെ ഇരുന്ന് ചില്ല് ചെയ്തിരിക്കാനും ഒക്കെ നമുക്കൊരു ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പിന്നെ അതങ്ങ് നമ്മൾ ഇരുന്ന് പോയിട്ട് നമുക്ക് പിന്നെ പണിയെടുക്കാനുള്ള ആ ഒരു മോട്ടിവേഷനും ഉഷാറും ഒക്കെ പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പണിയെടുക്കാൻ തീരെ ഒരു ഉത്സാഹമില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ജോലികളിലോട്ട് കിടക്കുക. ക്ലീനിങ്ങും പിന്നെ ബാക്കിയുള്ള കുക്കിങ്ങും ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ജോലികൾ, അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു ലിസ്റ്റ് ഇട്ടുണ്ടാവും, പിന്നെയുള്ള ജോലികൾ ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ചെയ്ത് തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ മിക്കവാറും ഇങ്ങനെ വരുമ്പോൾ ഞാൻ ലോണ്ട്രി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ ലോണ്ട്രി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വാഷിംഗ് മെഷീനിൽ അതിൻ്റെ പണി അങ്ങ് ചെയ്തോളും. അതുപോലെ നമുക്കൊരു പണി പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് ലിക്വിഡ് ഇട്ട് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്താൽ അത്രയേ ഉള്ളൂ, നമുക്കൊരു പണി അത് വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ടാക്കാമല്ലോ. അപ്പം നമ്മൾ കഴിയണതും അതുപോലെ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് വെച്ചിട്ട് നമ്മൾ ഈ മടി പിടിച്ചിരിക്കുന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ വാഷ് ബേസിൻ കഴുകുന്നതോ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കിടന്നുറങ്ങിയ ബെഡ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി നീറ്റാക്കി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഈസി ടാസ്കിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആ ഒരു പണിയെടുക്കാനുള്ളൊരു മൂഡിലോട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ മേലെ ലോണ്ട്രി ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ. അപ്പോൾ കുട്ടികളുടെ 2 ബെഡ്റൂമും ജസ്റ്റ് ഒന്ന് സെറ്റാക്കി ഇടുകയാണ്. പുതപ്പ് എന്തെങ്കിലും മടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് മടക്കി വയ്ക്കുക, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മാർക്കെടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ പിക്കപ്പ് റൂട്ടീൻ തന്നെ അതങ്ങ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് സെറ്റാവുമല്ലോ. അപ്പോൾ നമ്മൾ മുകളിൽ പോയ സമയത്ത് ആ 2 ടാസ്കും കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിയണതും ഒരു റുട്ടീൻ ഫോളോ ചെയ്തും കൊണ്ട് പോവുക. അതായത് ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ശേഷം ഓരോ കാര്യം, മോർണിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉച്ചയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് പൊതുവേ നമ്മൾ ഇപ്പോൾ കുറച്ച് നാൾ ചെയ്ത് വന്നതാണെങ്കിൽ നമുക്കറിയാലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സ്ട്രെസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമുക്ക് ഓരോ ഡേയ്സിലും നമുക്ക് എന്ത് ജോലികൾ ചെയ്യണം എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ വീക്ക്ലി മാത്രം ചെയ്യുന്ന ജോലികളുണ്ടെങ്കിൽ മൺഡേ ഇന്ന കാര്യം ചെയ്യാം, ട്യൂസ്ഡേ അങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്നതിന് പകരം ഇന്ന് മൺഡേ ആണ്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് അപ്പോഴേ വരും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യമാണ് എന്ന് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ സെറ്റായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു പാർട്ടി നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിക്കാം. ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡിൽ ലൂമിനാർക്കിൻ്റെ 6 പ്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി. ആ ഒരു സാധാരണ നമ്മൾ വൈറ്റ് പ്ലേറ്റ്സ് ആണല്ലോ, ഒരു ചെറിയൊരു കളർ ചേഞ്ചിലുള്ള പ്ലേറ്റുകളാണ്. പിന്നെ ഈ ഒരു 3 കാസറോൾ എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്, അതിൻ്റെ ഒരു സെറ്റ്. അതായത് സെർവിങ് ബൗള് പോലെ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗളില്ലേ, അതിൻ്റെ ലിഡും ഉണ്ട്, പിന്നെ ഈ ഒരു സെർവിങ് ബൗളും ഉണ്ട്. അതിൻ്റെ 3 സൈസിൽ വരുന്ന പാത്രങ്ങളാണ്. അത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഓവനിലും ഡിഷ് വാഷറിലും എല്ലാം വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ മൂടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മൂടിയും നമുക്കൊരു സെർവിങ് ബൗള് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഷേപ്പിൽ നമുക്ക് പിടിക്കാനൊക്കെ എളുപ്പമുള്ള ടൈപ്പിലുള്ള ഈ ഒരു പാത്രം ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ. ഫെമോറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനും എയർ ഫ്രയറിൽ വെക്കാനാണെങ്കിലും മൈക്രോവേവിൽ വെക്കാനാണെങ്കിലും അതുപോലെ നമുക്ക് ഡിഷ് വാഷറിൽ വെക്കാനാണെങ്കിലും എല്ലാം നല്ലതാണ്. അതും നല്ലൊരു ഗിഫ്റ്റാണ്. പിന്നെ സ്റ്റീലിൻ്റെ കടായും പാനും കൂടിയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്, പാനുണ്ട്, പക്ഷെ കടായി ഇല്ല. ഇങ്ങനെ
നമുക്ക് പിടിക്കാവുന്ന. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിഷ് വാഷറൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കുറേ പാത്രങ്ങളൊക്കെ ഒതുങ്ങി. അപ്പോൾ നമ്മുടെ പണികളിങ്ങനെ ചെറുതായിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു നോർമലി ഒരു ഷാർ ആയി വരും കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൗണ്ടർ ടോപ്പ് മെസ്സിയായി കിടക്കുന്നത്. അപ്പോൾ അതും നമ്മൾ തിരിച്ചെടുത്ത് വെക്കേണ്ട പാത്രങ്ങളൊക്കെ നമ്മളൊന്ന് തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആ കൗണ്ടർ ടോപ്പ് നമ്മുടെ പഴയ രീതിയിൽ വരും. അത് നന്നായിട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസായി. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് തിരിച്ചു വെക്കേണ്ട സാധനങ്ങളെല്ലാം അതതിൻ്റെ പ്ലേസിൽ വെക്കുക. ഈ സാധനങ്ങൾക്കെല്ലാം കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടാവുക. ഇത് രണ്ടും നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചണാണെങ്കിലും വീടാണെങ്കിലും വൃത്തിയാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഡിഷ് വാഷർ വന്നേ പിന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ പാത്രങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഒന്നേന്ന് പറഞ്ഞ് കഴുകിയെടുക്കണമല്ലോ. അപ്പം ഞാൻ ഇത് അത്യാവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ചേച്ചി കുറേയൊക്കെ കഴുകി തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഓൾറെഡി പാവയ്ക്കക്കറിയും പിന്നെ ബീട്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടിയും ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ഫ്രഷായിട്ട് ഞാനൊരു മെഴുക്കുവരട്ടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പച്ചക്കായയാണ് കേട്ടോ മെഴുക്കുവരട്ടി ആക്കുന്നത്. എനിക്ക് കുറച്ച് എളുപ്പമുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. പിന്നെ അതിവിടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് കുക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പച്ചക്കായ മെഴുക്കുവരട്ടി. ഒരു 2 കായ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു 2 നേരത്തെ ചോറിനുള്ള മെഴുക്കുവരട്ടി ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മടി മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടിപ്സ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാറ്റി വെക്കുന്ന ശീലം ഒന്ന് പയ്യെ കുറച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എപ്പോഴും തോന്നുന്നു ഇന്ന് വേണ്ട നാളെ മതി. ഇപ്പം നാളെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇന്ന് ചെയ്യേണ്ട ആ കാര്യവും പിന്നെ നാളത്തെ കാര്യവും കൂടി നമ്മൾ നാളെ ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും നമുക്ക് ഈ പണികളോടൊരു മടുപ്പ് വരും. നേരെ മറിച്ച് നമ്മൾ അന്നന്നത്തെ കാര്യം അന്നന്ന് ചെയ്തു പോവുകയാണെങ്കിൽ അന്നന്ന് ചെയ്യാനുള്ള ജോലികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്തില്ലെങ്കിൽ നാളത്തേക്ക് അത് കൂടുകയും ചെയ്യും. പിന്നെ നാളെ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടും. നാളെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരിക എന്നുള്ളത് പറയാനും പറ്റില്ല. അപ്പോൾ ബെറ്റർ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങ് ചെയ്തു പോകുക തന്നെയാണ് മാക്സിമം നല്ലതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് റൂട്ടീൻസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. രണ്ടാമത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലേസ് ഉണ്ടാവുക. ആ പ്ലേസിൽ തന്നെ കാര്യങ്ങൾ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ നീട്ടി വെക്കുന്ന ശീലം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും, വീട്ടുജോലികളിൽ മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറേയും കൂടി ബെറ്ററായിട്ട് നമുക്ക് മടീനെയൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറ്റും. അങ്ങനെ മെഴുക്കുവരട്ടി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും ഉണ്ടാക്കി. പിന്നെ കുറച്ച് സെൽഫ് കെയർ പരിപാടികളിലോട്ട് കിടക്കാമെന്ന് വെച്ചു. അതായത് DIY ആയിട്ട് നമുക്കൊരു ഫേസ് മാസ്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു മാസ്കാണ് കേട്ടോ. അതായത് കോഫിയും തൈരും പിന്നെ കുറച്ച് തക്കാളി നീരും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് കോഫി പൗഡർ മാത്രം ഇട്ടാൽ തന്നെയും നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ആണ്. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ചെമ്പരത്തിയിലയും കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് ആ എണ്ണ നല്ലപോലെ തലയിൽ തേച്ച് നല്ലൊരു ഓയിൽ മസാജും ചെയ്തു. ഇത് രണ്ടും ചെയ്തപ്പോഴത്തേനും നല്ല റിലാക്സിങ്ങും നല്ല ഹാപ്പി ആൻഡ് പ്രൊഡക്റ്റീവ് ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ കറികളും ചൂടാക്കി എടുക്കേണ്ടതും നമ്മുടെ കായ മെഴുക്കുവരട്ടിയും ഓംലെറ്റും എല്ലാം സെറ്റാക്കി, ചോറും റെഡിയാക്കി, ലഞ്ച് സെറ്റാക്കി വെച്ചു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പിന്നെ അങ്ങോട്ട് ബിസി ആയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ഒരു ലേസി റെയിനി ഡേയിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. കിച്ചണൊക്കെ അത്യാവശ്യം സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്ത് തീർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. അതുപോലെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് എന്തായാലും പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ലൈക്കും കമൻസും ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ഒക്കെ ഒന്ന് റീച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന്
ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് പുതിയ നല്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ഉടനെ വരാം. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ സ്കെഡ്യൂൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ മൺഡേ ആൻഡ് തേഴ്സ്ഡേ 2 PM ആണ് നമ്മുടെ വീഡിയോസ് വരിക. ഞാൻ മാക്സിമം അതിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആസ് പെർ സ്കെഡ്യൂൾ നമുക്ക് വീഡിയോ ഇനി വരുന്നത് നെക്സ്റ്റ് തേഴ്സ്ഡേ 2 PM ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അന്ന് കാണണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.